BHELൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ട്രിച്ചിയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയാം, ഇതൊരിക്കലും പെർമനൻറ്റ് ജോലിയോ കാര്യങ്ങളൊന്നുമല്ല, അപ്രൻറ്റീഷിപ്പാണ്. അപ്പോൾ അപ്രൻറ്റീഷിപ്പ് നോക്കുന്നവരുണ്ട്, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവിധ ITI കഴിഞ്ഞവർക്കും ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും 3 കാറ്റഗറിയിലും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാം വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, എപ്പോഴാണ് ഇതിൻ്റെ ലിസ്റ്റ് വരിക തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അതിന് മുൻപ് നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് 26/2 കേട്ടോ, ഫെബ്രുവരി 26 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പ് വിളിച്ചിട്ടുണ്ട്, ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പ് വിളിച്ചിട്ടുണ്ട്, ട്രേഡ് അപ്രൻറ്റീഷിപ്പ്, ഇങ്ങനെ 3 കാറ്റഗറിയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 26/2 ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് കേട്ടോ. ഫെബ്രുവരി 26 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്രൻറ്റീഷിപ്പ് എന്താണെന്ന് അറിയാത്തവരോട് ജസ്റ്റ് വളരെ ഷോർട്ടായിട്ടൊന്ന് പറയാം. അപ്രൻറ്റീഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് സ്റ്റൈപ്പൻഡോട് കൂടിയിട്ട് എന്താണ് ഒരു ട്രെയിനിങ്ങിന്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഇത്തരം വലിയ സംരംഭങ്ങളിലൊക്കെ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊരു ട്രെയിനിങ് തരികയാണ്, നിങ്ങളുടെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് നമുക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇതിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വലിയൊരു കമ്പനിയിൽ അത് മീൻസ് നമുക്കൊരു ക്വാളിഫിക്കേഷൻ, നമ്മൾ ജസ്റ്റ് എന്താണ് നമ്മൾ ITI അല്ലെങ്കിൽ നമ്മൾ ഡിപ്ലോമ എടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് നമ്മൾ ഈ പറയുന്ന എന്താണ്, അതായത് വലിയ കമ്പനിയിലൊക്കെ കയറണം, നമുക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വേണം. പിന്നെ അതല്ല, നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് ഫണ്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിൻ്റെ ചിലവ് തന്നെയാണ് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ്റും പിന്നെ ആ കമ്പനിയും അങ്ങനെയാണ് ഒരു പകുതി എന്നുള്ള ലെവലിലാണ് എനിക്ക് തോന്നുന്നു 50% അങ്ങനെ എന്താണ് വരുന്നത് അതിൻ്റെ. അപ്പോൾ അത് ഗവൺമെൻറ് എന്താ എയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗ്രാജുവേറ്റ് കഴിഞ്ഞതും ഡിപ്ലോമ കഴിഞ്ഞതും ITI കഴിഞ്ഞവരൊക്കെ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ വെറുതെ നടക്കേണ്ട, അവരെന്ത് ചെയ്യണം, അപ്രൻറ്റീഷിപ്പ് ചെയ്യാം. അപ്പോൾ അപ്രൻറ്റീഷിപ്പ് ചെയ്താൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പറയുന്ന തിയററ്റിക്കലായുള്ള കാര്യങ്ങളും നമുക്ക് ചെറിയ ലാബ് ഫെസിലിറ്റിയൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന പഠിച്ച സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് പ്രാക്ടിക്കൽ നോളജൊക്കെ ചിലപ്പം കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്നുപാട് ഡെവലപ്പ് ചെയ്യാനും നല്ല നമ്മുടെ ഇത്തരം വലിയ കമ്പനിയിൽ, അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്തരം മിനിരത്ന കാറ്റഗറിയിലൊക്കെ ഉള്ള പല പല കമ്പനികളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുള്ള കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്താണ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ചാൻസും പാടാണ്. അതായത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നമ്മുടെ ആ ഒരു സ്കില്ലൊക്കെ നമുക്ക് മാക്സിമം ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതല്ലാതെ ഒരു ജോലി കൊടുക്കുക എന്നല്ല, ഗവൺമെൻറ് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ജോലി കൊടുക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം. ഒരു 1 year ആയിരിക്കും ട്രെയിനിങ്. ആ ട്രെയിനിങ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം. പിന്നീട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ബേസിക് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഡൗട്ട് ഉണ്ടാവുള്ളൂ പലർക്കും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇനി ഒരു ഏകദേശം എന്താണ് 9,000 അല്ലെങ്കിൽ നിയർ 9,000 ഒരു സബ്സ്ക്രൈബർ പാടായാൽ നമുക്ക് 1 lakh അടിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ 1 lakh ഒക്കെ കിട്ടുമെന്നാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു എന്താണ് ശരിക്കും നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്നൊരു എന്താണ് അംഗീകാരമാണ് നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ടും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിട്ടുപെടണമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നേരെ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൂടെ കാണിച്ചു ഞാൻ BHELൻ്റെ ട്രിച്ചിയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 3 കാറ്റഗറി വിളിച്ചിട്ടുണ്ട്, ടെക്നീഷ്യൻ, ഗ്രാജുവേറ്റ്, ട്രേഡ്. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും, ആദ്യം പറയുന്നത് നമ്മുടെ ട്രേഡ് അപ്രൻറ്റീഷിപ്പിൻ്റാണ് പറയുന്നത്. ഈ ട്രേഡ് അപ്രൻറ്റീഷിപ്പിൻ്റെ നോട്ടിഫിക്കേഷനിലുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ടെക്നീഷ്യനിലും ഗ്രാജുവേറ്റ്, അതായത് ഇതിൻ്റെ അപേക്ഷ നൽകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ പെടാത്ത കാര്യങ്ങളുണ്ട് മാത്രമേ മറ്റു നോട്ടിഫിക്കേഷനിൽ പറയുള്ളൂ. എന്തായാലും അതിൻ്റെ പറയും, അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഈ പറയുന്ന ട്രേഡ് അപ്രൻറ്റീഷിപ്പിൻ്റെത് എല്ലാ ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. അതിനുശേഷം അടുത്ത കാറ്റഗറിയിലുള്ളവർ അടുത്ത കാറ്റഗറി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് ക്ലിയർ ആക്കുക കേട്ടോ. അപ്പം 3 നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷൻ നമ്പർ 1, ഇവിടെ നമ്പർ 2, ദെൻ നമ്പർ 3, ഇങ്ങനെ 3 എണ്ണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഗ്രാജുവേറ്റ് ആണ് 3, ദെൻ ഇത് 2 വന്നിരിക്കുന്നത് ടെക്നീഷ്യനാണ്, ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ളതാണ്. ദെൻ ഞാൻ 1 പറയുന്നത് ITI കഴിഞ്ഞവർക്കാണ്. ഇവിടെ കാണാൻ 2024-25 ബാച്ച് 2ലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇതാ കാണാം, BHEL ട്രിച്ചിനപ്പള്ളി, നിങ്ങൾ ട്രിച്ചിയിലാണ് വേക്കൻസി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന ട്രേഡുകൾ നോക്കാം. ഫിറ്റർ 180 വേക്കൻസിയാണ് ഫിറ്റർ. വെൽഡർ നിങ്ങൾക്ക് 120 വേക്കൻസി. ദെൻ ഇലക്ട്രീഷ്യൻ നിങ്ങൾക്ക് 40 വേക്കൻസി. ടേണർ നിങ്ങൾക്ക് 20 വേക്കൻസി. മെഷീനിസ്റ്റ് നിങ്ങൾക്ക് 30 വേക്കൻസി. ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് നിങ്ങൾക്ക് 10 വേക്കൻസി. മോട്ടോർ മെക്കാനിക് നിങ്ങൾക്ക് 10 വേക്കൻസി. മെക്കാനിക് R&ACയിൽ നിങ്ങൾക്ക് 7 വേക്കൻസി. കോപ്പയിൽ നിങ്ങൾക്ക് 13 വേക്കൻസി. അങ്ങനെ 430ഓളം
വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റൈപ്പൻഡ് കണ്ടോ നിങ്ങൾ, മന്ത്ലി സ്റ്റൈപ്പൻഡാണ് ഓരോ ട്രേഡിനും. ചില ട്രേഡിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട്, കോപ്പൊക്കെ കുറവാണ്, ബാക്കിയുള്ളതൊക്കെ 850 ഉണ്ട് സ്റ്റൈപ്പൻഡ് മന്ത്ലി നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്കുള്ള ഏജ് ലിമിറ്റാണ് നിങ്ങൾ ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് SSLC പാസ്സായിരിക്കുക. ഒന്നാമതായിട്ട് നിങ്ങൾ SSLC പാസ്സായിരിക്കുക, പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ട്രേഡുകളുണ്ടല്ലോ, ഈ ട്രേഡിൽ നിങ്ങൾക്ക് ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ITI പാസ്സായിരിക്കുക, നിങ്ങൾ ITI പഠിച്ചിരിക്കുക. അപ്പോൾ അതത് ട്രേഡിൽ നിങ്ങൾക്ക് ITI ഉണ്ടായിരിക്കുക, നിങ്ങൾക്ക് SSLC പ്ലസ് ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ കേട്ടോ. ഇനി മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സാണ്, മാക്സിമം 27 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് കണക്കാക്കുന്ന തീയതി 1/2/2025 ഏജ് കണക്കാക്കുന്നത്, അപ്പോൾ 27 കഴിയാനും പാടില്ല. എന്നാൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സ് വരെയും, SC/ST ആണെങ്കിൽ 32 വയസ്സ് വരെയും, PWD ആണെങ്കിൽ അവർക്ക് 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞു ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സാണ് യോഗ്യത, പ്ലസ് ITI. അതത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡിൽ ITI പാസ്സായിരിക്കും. അത് NCVT ആണെങ്കിലും SCVT ആണെങ്കിലും പറ്റും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ പറയുന്ന വെൽഡർ ട്രേഡ് ഉണ്ടല്ലോ, വെൽഡർ ട്രേഡിലേക്ക് നിങ്ങൾക്ക് SCVT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, NCVT മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വെൽഡറിൽ നിങ്ങൾക്ക് NCVT, അതായത് ഏത് കൗൺസിലും പറ്റില്ല, ഈ പറയുന്ന നാഷണൽ കൗൺസിൽ മാത്രമേ പറ്റുള്ളൂ, NCVT മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അല്ലാത്തതിൽ നിങ്ങൾക്ക് ഏത് ITI കഴിഞ്ഞവരാണെങ്കിലും NCVT ആണെങ്കിലും സ്റ്റേറ്റ് കൗൺസിലാണെങ്കിലും നാഷണൽ കൗൺസിലാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം. ബാക്കി എല്ലാ ട്രേഡിലേക്കും വെൽഡറിലേക്ക് മാത്രം NCVT മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ITI. അപ്പോൾ അതാണ് അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് പറഞ്ഞാൽ എക്സാമോ ഇൻ്റർവ്യൂ ഒന്നുമില്ല. നിങ്ങളുടെ ITI കിട്ടിയിരിക്കുന്ന മാർക്ക് നോക്കും, മാർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ആർക്കാണോ അവർക്കാണ് ഈ പറയുന്ന ട്രെയിനിങ്ങിനുള്ള അവസരം കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകണ്ട, ഇൻ്റർവ്യൂവിന് പോകണ്ട. നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇമെയിൽ വഴിയൊക്കെ അല്ലെങ്കിൽ മൊബൈൽ മെസ്സേജൊക്കെ ആയിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അതനുസരിച്ച് ചെയ്താൽ മതി, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകുക. ഇനി ഇതിന് പ്രീവിയസ് ഇയർ ട്രെയിനിങ്ങിനെ കുറിച്ച്, അത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ അങ്ങനെയൊക്കെയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിലൊന്നും അങ്ങനെയുള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരാൾക്ക് ഒരു അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ രജിസ്ട്രേഷനാണ്. നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ITI പഠിച്ചതായതുകൊണ്ട് നിങ്ങൾക്ക് NAPS വെബ്സൈറ്റ് ഫെമിലിയർ ആയിരിക്കും എന്ന് വിചാരിക്കും. ഓക്കെ, നമ്മൾ NAPSൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. നമ്മൾ 100% നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ NAPSൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തരാം. അറിയാത്തവരാണെങ്കിൽ, അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. ഓൾറെഡി നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ, ബാങ്ക് ഡീറ്റെയിൽസും മറ്റെല്ലാ ഡീറ്റെയിൽസും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് 100% ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല, അത് യൂസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ NAPSൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ NAPSൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ആ രജിസ്ട്രേഷൻ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ. അത് നമ്മൾ BHELൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ NAPSൽ നിങ്ങൾ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് NAPS, അതായത് ITI കഴിഞ്ഞവരതാണ് ഞാൻ പറയുന്നത്, മറ്റുള്ളത് വ്യത്യാസമുണ്ട്, അത് ഞാൻ ഓരോന്നും പറയാം. അപ്പോൾ ITI കഴിഞ്ഞവർ എന്ത് ചെയ്യണം, NAPSൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ NAPSൻ്റെ ലിങ്ക് ഞാൻ തരാം, അതിൻ്റെ കാര്യങ്ങൾ ലാസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ ഞാൻ. ഓക്കെ, വീഡിയോയുടെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളിത് ഒറ്റ സ്ട്രെച്ചിൽ പറയുന്നതാണ്, നമ്മൾ എഡിറ്റിങ്ങോ കാര്യങ്ങളോ വരുത്തുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണുക എന്നുള്ളതാണ് കേട്ടോ അതിലൊരു സൊല്യൂഷൻ. ഓക്കെ, ഞാനത് പറയുമ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ടും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ NAPSൽ രജിസ്റ്റർ ചെയ്യാം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ BHEL ട്രിച്ചിയുടെ പോർട്ടലുണ്ട്, നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്ന ആ പോർട്ടലാണ് ഞാൻ ഇതാ തുടക്കത്തിൽ കാണിച്ചത്, ജസ്റ്റ് കാണിക്കാം. ഇതാണ് ആ വെബ്സൈറ്റ്. ഇതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. അതിൻ്റെ ലിങ്ക് ഞാൻ പ്രോപ്പറായിട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ലിങ്ക് ഞാൻ തരാം. അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ടും രജിസ്റ്റർ ചെയ്യണം, എന്നാലേ നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ NAPSൽ ജസ്റ്റ് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന BHELൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ BHELൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ലേറ്റസ്റ്റ് കളർ ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നെ ITI സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ഷീറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. SC/ST OBC അതുപോലെ AWS PWD ഒക്കെ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ അതത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ആധാർ കാർഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇതൊക്കെ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇനി നിങ്ങളുടെ ഇവിടെ കണ്ടോ, നിങ്ങൾ കാൻഡിഡേറ്റ്സ് പ്രൊഫൈൽ കണ്ടോ, കാൻഡിഡേറ്റ്സ് പ്രൊഫൈൽ ഹോം പേജ് സ്ക്രീൻഷോട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ NAPSൽ രജിസ്റ്റർ ചെയ്യില്ലേ, NAPSൽ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളെ
പ്രൊഫൈൽ നിങ്ങൾ അതിൽ ഓണാക്കി വെക്കുക. അതായത് നിങ്ങളുടെ പേരിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. പ്രൊഫൈൽ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ പ്രൊഫൈൽ കാണും. ആ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഭാഗം തന്നെ, നമ്മുടെ രജിസ്റ്റർ നമ്പർ, പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ആ ഭാഗം നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ആ സ്ക്രീൻഷോട്ട് എടുത്തതും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ BHEL ട്രിച്ചിയുടെ പോർട്ടലിൽ, ആപ്ലിക്കേഷൻ പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ. പിന്നെ അടുത്ത നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കാണ്. അതായത് നമ്മൾ ഈ പറയുന്ന നാപ്സിൽ നിങ്ങൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആ ഒരു ഫ്രണ്ട് പേജ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അതായത് നമ്മുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും ബ്രാഞ്ചും ഇതൊക്കെ കാണിക്കുന്ന ഫ്രണ്ട് പേജ് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ ബാങ്ക് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ പ്രത്യേകം ഒന്നെങ്കിൽ നിങ്ങൾ അക്ഷയയിലോ അല്ലെങ്കിൽ ഏത് ഇൻ്റർനെറ്റ് കഫേയിലൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റും. ആധാർ സീഡഡ് ആയിരിക്കണം. അതുപോലെ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ എനേബിൾ ആക്കുകയും ചെയ്യണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് നിങ്ങൾ അക്കൗണ്ടിലേക്ക് വരുള്ളൂ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഏത് ബാങ്ക് അക്കൗണ്ടാണോ നിങ്ങൾ കൊടുക്കുന്നത് വെച്ചാൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ആധാർ സീഡഡ് ആയിരിക്കണം. അതുപോലെ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ എനേബിളും ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ആയാലും നമ്മുടെ സ്റ്റൈപ്പൻഡ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിലൊക്കെ നമുക്ക് ലാഗ് വരും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ്. ഇതെന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്ത് ലാസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ. ഇനി ഇതിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മുടെ BHEL വെബ്സൈറ്റ് വഴിയും ഇമെയിൽ വഴിയും SMS വഴിയൊക്കെ ആയിട്ടാണ് നിങ്ങൾ അറിയിക്കട്ടോ. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് എന്ന് പറയുന്നത് 5/2 ക്ലോസിംഗ് ഡേറ്റ് നോട്ടിഫിക്കേഷനിൽ 19/2 പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ. പുതിയ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. ഇത് 11/2 റിലീസ് ചെയ്ത അതിൻ്റെ നോട്ടീസാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. 19/2 നിന്നും 26/2 അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കേണ്ട. ഇത് ചിലപ്പോൾ ഞാനിത് പറഞ്ഞ പോലെ ചിലർ നോട്ടിഫിക്കേഷൻ കണ്ട് ഇതിൽ ക്ലോസിംഗ് ഡേറ്റ് 19 വരുള്ളൂ എന്ന്. അങ്ങനെയല്ല, നിങ്ങൾക്ക് 26 ഫെബ്രുവരി വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി രണ്ടാമതാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ 4/2 വന്നിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് 2024-25 ബാച്ച് 2ലേക്ക് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. കാണാം. ടെക്നീഷ്യനാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമയാണ് കഴിഞ്ഞിരിക്കേണ്ടത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 70 വേക്കൻസി, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ IT നിങ്ങൾക്ക് 10 വേക്കൻസി, സിവിൽ എഞ്ചിനീയറിംഗ് 10 വേക്കൻസി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 10. അങ്ങനെ ആകെ മൊത്തം 100 വേക്കൻസിയിലേക്കാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുക. റെഗുലർ ഡിപ്ലോമ പോളിടെക്നിക് കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി നിങ്ങൾക്ക് ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഏജ് ലിമിറ്റ് മിനിമം 18 to 27 ആണ്. 1/2/2025 ഏജ് ലിമിറ്റ് കണക്കാക്കുന്ന ഡേറ്റ്. 5 വർഷം SC/STക്കും 3 വർഷം OBCക്കും 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ PWD കാൻഡിഡേറ്റ്സിനും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് ഡിപ്ലോമ ആണ്. റെഗുലർ ഡിപ്ലോമ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അത് മാത്രം പോരാ, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഡിപ്ലോമ കഴിഞ്ഞ് 5 വർഷം പിന്നിടാൻ പാടില്ല. കണ്ടോ, 5 വർഷം പിന്നിടാൻ പാടില്ലെന്ന് പറഞ്ഞാൽ കാണാം. 2020 ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം, 2021 ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 2022 ഡിപ്ലോമ, 2023 2024 ഈ ഏതെങ്കിലും ഒരു ഇയറിൽ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, അപ്രന്റീഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും തോന്നുന്ന സമയത്ത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എക്സ്പീരിയൻസ് ഒന്നായിട്ട് നമ്മൾ ചെയ്യാൻ എലിജിബിൾ അല്ല. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 2020, 2021, 2022, 2023, 2024 ഈ വർഷത്തിൽ ഏതെങ്കിലും നിങ്ങൾ ഒന്നിൽ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2019 ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തവരോ 2018 കംപ്ലീറ്റ് ചെയ്തവർക്ക് ഒന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. 5 വർഷം കഴിയാൻ പാടില്ല. നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുള്ള കണ്ടീഷനാണ് കേട്ടോ. ഓക്കെ. അതോടൊപ്പം തന്നെ മിനിമം 60% മാർക്ക് ഈ ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് 60%, എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിന് ഡിപ്ലോമയിൽ 50% മാർക്കും മതി കേട്ടോ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഓക്കെ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് സെലക്ഷൻ മെത്തേഡ് പറഞ്ഞാൽ നിങ്ങളുടെ ഡിപ്ലോമയിൽ കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വിളിക്കും. സ്റ്റൈപ്പൻഡ് മന്ത്ലി 8000 പെർ മന്ത് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവരായതുകൊണ്ട് നിങ്ങൾ നാറ്റ്സിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ തരാം. NATS ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് അറിയാം. നാറ്റ്സ് NATS 2. ഓക്കെ. പഴയതല്ല, 2ലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട. അങ്ങനെ നേരത്തെ പറഞ്ഞ നമ്മുടെ ട്രേഡ് അപ്രന്റീഷിപ്പിന് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർക്കും അപ്ലോഡ് ചെയ്യേണ്ടി വരിക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ. പിന്നെ നമ്മുടെ NATSൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ പ്രൊഫൈൽ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഹോം പേജ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രീൻഷോട്ടും കൂടെ ആഡ് ചെയ്യണം. പിന്നെ നമ്മുടെ NATSൽ നമ്മൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ട് ഏതാണോ അതിൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് ഇതിൽ അപ്ലോഡ് ചെയ്യണം. നമ്മുടെ BHELൻ്റെ വെബ്സൈറ്റിൽ കേട്ടോ. BHELൻ്റെ വെബ്സൈറ്റിൽ ഞാൻ ലാസ്റ്റ് കോമൺ ആയിട്ടെന്ന് പറയാം. ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ എനേബിൾ ആയിരിക്കണം, ആധാർ സീഡഡ് ആയിരിക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും അക്ഷയയിൽ പോയിട്ട് ചെയ്യാം. അപ്പോൾ സെയിം ഡേറ്റ് ആണ് ഓൺലൈൻ അപേക്ഷയുടെ. അടുത്ത നമ്മുടെ ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പാണ് മൂന്നാമത്തെ വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാം ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന നേരം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ 95 വേക്കൻസിയും പിന്നെ സിവിൽ എഞ്ചിനീയറിംഗിൽ 20 വേക്കൻസിയാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം +2 പാസ്സായിരിക്കുക പ്ലസ് എന്താണ് ഗ്രാജുവേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നിക്കൽ, അതായത് BA or BTech ആണ് റെഗുലറായിട്ട് പഠിച്ചിരിക്കണം. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് BA or BTech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അസിസ്റ്റൻറ്റ് HR ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ്. ഇതിലേക്ക് നിങ്ങൾക്ക്
പ്ലസ് ടു പാസ്സായിരിക്കുക. നിങ്ങൾക്ക് എന്താണ് BA, അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഇൻ ആർട്സ് ആണ് പറയുന്നത്. അപ്പോൾ BA കഴിഞ്ഞവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പ്ലസ് ടു പ്ലസ് BA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 10 വേക്കൻസി, അങ്ങനെ 125 വേക്കൻസിയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഏജ് 18 to 27 1/2/2025 കണക്കാണ് ഏജ് കണക്കാക്കുന്നത്. OBCക്ക് 3 വർഷം, SC/STക്ക് 5 വർഷവും PWDക്ക് 10 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങളുടെ ഗ്രാജുവേഷനിൽ മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ SC/ST ആണെങ്കിൽ 50% മാർക്ക് മതി. ഇനി ഇതിൽ നിങ്ങൾ പാസ് ഔട്ട് ആകേണ്ട വർഷം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 2020 കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം, 2021 കഴിഞ്ഞവരായിരിക്കണം, 2022, 23, 24 ഇവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. 2019 2018 കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് 5 വർഷം കഴിയാൻ പാടില്ല എന്ന കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട്. ഇതിൻ്റെ സ്റ്റൈപ്പൻഡ് 9,000 പെർ മന്താണ് നമുക്ക് കിട്ടുക. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രാജുവേഷൻ്റെ മാർക്ക് നോക്കിയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്കും ക്ലോസിംഗ് ഡേറ്റ് നിങ്ങൾക്ക് February 26 ഇനി എങ്ങനെയാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും നമ്മൾ നാപ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന് കൺക്ലൂഡ് ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് വരും. ഓക്കെ, അപ്ലൈ ആവുന്ന ലിങ്ക് തന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. BHL റിക്രൂട്ട്മെൻ്റ് ആണ് ഇവിടെ കാണാം. 655 വേക്കൻസിയാണ്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ്. ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ. 3 നോട്ടിഫിക്കേഷൻ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാം ഗ്രാജുവേറ്റ്, അപ്രൻറ്റീസ്, ടെക്നീഷ്യൻ, ട്രേഡ്. ഏതാണ് നിങ്ങൾക്ക് കാണേണ്ടത് വെച്ചാൽ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ആപ്ലിക്കേഷൻ ഫോമാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഓൾറെഡി ITI കഴിഞ്ഞവരാണെങ്കിൽ എന്താണ് നാപ്സ് നിങ്ങൾക്കിവിടെ കാണാം. NAPS നാപ്സ് ITI കഴിഞ്ഞവരാണെങ്കിൽ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിതാ നാപ്സിൻ്റെ വെബ്സൈറ്റിൽ ലോഡായി വരുന്നുണ്ട്. കാണാം, ഇതാണ് നാപ്സ് NAPS. ഇതിൽ നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ 100% ആക്കിക്കണമെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ ഇതിൽ ലോഗിൻ എന്നുള്ള ബട്ടൺ നിൽക്കുക, ക്ലിക്ക് കാൻഡിഡേറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇതിലെന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ മെയിൽ ID കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈൽ കാണാം, അത് സ്ക്രീൻഷോട്ട് എടുക്കുക. അത്രേ ഇവിടെ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഈ പറയുന്ന ITI കഴിഞ്ഞവരാണെങ്കിൽ ഓക്കെ. എന്നിട്ട് ITI കഴിഞ്ഞവർ വീണ്ടും നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാറുന്ന് കൊടുത്ത് ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കാം. ഓക്കെ, ഇത് ITI കഴിഞ്ഞതാണ് ആദ്യം ഞാൻ പറയുന്നത്. മറ്റേത് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട വെച്ചിട്ടാണ് ഈ രീതിയിൽ തന്നെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. നിങ്ങളുടെ കാണാം ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് തിരുച്ചിറപ്പള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് അപ്രൻറ്റിസ്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ലോക കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് നോട്ടിഫിക്കേഷനും ഈ പറയുന്ന എന്താണ് ലാസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തതിൻ്റെ നോട്ടീസൊക്കെ നിങ്ങളുടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റും ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഡേറ്റ് ഏകദേശം March 1 ഷോർട്ട് ലിസ്റ്റും വരുന്നതാണ് പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഏറ്റവും ടോപ്പിൽ കാണാൻ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ കാണാം. ഈ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ലോഗിൻ ചെയ്യാൻ നിങ്ങൾക്ക് വേറെ പേജ് ഉണ്ട്. നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള. അപ്പോൾ ഇത് തമിഴിലായിരിക്കും ഇവിടെ ഇൻസ്ട്രക്ഷൻ കാണിക്കുന്നത്. ഇൻസ്ട്രക്ഷൻ ഇൻ ഇംഗ്ലീഷ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ ഇൻസ്ട്രക്ഷൻ ഇവിടെ കാണും. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം വായിച്ചു. ഇതിൻ്റെയൊക്കെ ക്ലോസിംഗ് ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാ സെയിം ക്ലോസിംഗ് ഡേറ്റ് ആണ് 26. എല്ലാം വായിച്ചു എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അഗ്രി എന്ന് കൊടുക്കുക. ഇങ്ങനെ അഗ്രി എന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ITI ആണല്ലോ, ITI സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ കാണാം, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഈ പറയുന്ന രജിസ്ട്രേഷൻ നമ്പർ, അതായത് നമ്മുടെ നാഡ്സിൽ. ഓക്കെ, അതിൻ്റെ ഹൗ ടു രജിസ്റ്റർ അപ്രൻറ്റിസ്ഷിപ്പ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ തന്നെ ഒരു ഡയറക്റ്റ് ലിങ്ക് കൂടെ കൊടുക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യാൻ വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ആണെന്ന് തോന്നിട്ടത്. അല്ല, അതിൻ്റെ സ്ക്രീൻഷോട്ട് ആയിരിക്കും. കണ്ടോ, ഇതാണ് നാഡ്സിൽ നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ PDF എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇതിൽ ലോഗിൻ ചെയ്യേണ്ടത്, ഓക്കെ, നമ്മുടെ പ്രൊഫൈൽ എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ലോഗിൻ ചെയ്യുക, നമ്മുടെ പാസ്വേഡ് ഇത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്താൽ ഇങ്ങനെ കാണിക്കും, ഡാഷ്ബോർഡൊക്കെ ഉണ്ടാവും. ഇതിൽ നമ്മുടെ പ്രൊഫൈൽ എന്നുള്ള ഭാഗം ഉണ്ടാവും. ഈ പ്രൊഫൈൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ പ്രൊഫൈൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ ഉള്ളത് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഈ പറയുന്ന BHLൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്ലോഡ് ചെയ്യേണ്ട ആ കോളം വരുമ്പോൾ. ഇനി ഇവിടെ നിങ്ങളുടെ അപ്രൻറ്റിസ്ഷിപ്പ് ഇവിടെ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഏതാ ഇലക്ട്രീഷ്യൻ ആണോ ഇലക്ട്രീഷ്യൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ട്രേഡ് അപ്രൻറ്റിസ്ഷിപ്പ് എന്ന് വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലീജിയൻ സെലക്ട് ചെയ്യുക, പിന്നെ കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ നിങ്ങൾ റെഗുലർ എംപ്ലോയി ഒക്കെ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. ഓക്കെ, പിന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള PWD ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. ശാരീരിക പ്രശ്നങ്ങളാണ് യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഇയർ ഓഫ് പാസ് ഔട്ട് നമ്മളിവിടെ ചൂസ് ചെയ്യണം. എന്നാണ് മന്തും ഇയറും നമ്മൾ എന്നാണ് പാസ് ഔട്ട് ആയത് വെച്ചാൽ നമ്മൾ 2020 ആണെങ്കിൽ 20 ടൈപ്പ് ചെയ്യുക. ഓക്കെ, മെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, ദെൻ വേറെ മൊബൈൽ നമ്പറും പാടെ നിങ്ങൾ ഒന്നും പാടെ അഡീഷണൽ ആയിട്ട് കൊടുക്കണം. ആധാർ നമ്പർ കൊടുക്കുക.
എന്നിട്ട് നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് മൊബൈൽ നമ്പർ വെരിഫൈ എന്ന് കൊടുത്താൽ നിങ്ങളുടെ മൊബൈലിലേക്ക് OTP വരും. OTP അടിക്കാൻ കോളം വരും, അതിൽ OTP അടിക്കുക. ഇമെയിൽ കൊടുത്താൽ ഇമെയിൽ ID വെരിഫൈ എന്ന് കൊടുക്കുക. നിങ്ങളുടെ മെയിലിലേക്ക് OTP വരും, ആ OTP അടിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ക്യാപ്ച അടിച്ച് രജിസ്റ്റർ ചെയ്യുക. ഇതാണ് അവർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ബാക്കി ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യേണ്ട കോളം ആ ഒരു ഓപ്ഷൻ വരും, അതൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഇതാണ് ITI കഴിഞ്ഞവർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. ഫോട്ടോ, സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ബാക്കി അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുന്ന വീഡിയോ അതുകൊണ്ട് എഡിറ്റിംഗ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഫില്ല് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും സമയം പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലാഗ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത്. ഇനി ഇത് ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ താഴെ കാണാം, കോൺടാക്ട് ഓർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം. ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തു തരും. ഓക്കെ, അപ്പോൾ ഇതാണ് ITI കഴിഞ്ഞവരാണെങ്കിൽ ചെയ്യേണ്ടത്. ഇനി ഞാൻ ഈ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ ചെയ്യേണ്ടതാണ് പറയുന്നത്. ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അവർ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് നാറ്റ്സ്, കണ്ടോ, NITS. NITSൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്താണെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നാറ്റ്സിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം NITS. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മൾ സ്റ്റുഡൻറ്റ് എന്നുള്ള ഭാഗമുണ്ട്. സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ലോഗിൻ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. വേറെ ഒന്നും ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ. നമ്മളിതുവരെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ സ്റ്റുഡൻറ്റ് രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റ് രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മുടെ കൈവശം വേണം. ഇതിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എല്ലാം ഉണ്ട് എന്നിട്ട് യെസ് എന്ന് കൊടുക്കുക, നമ്മുടെ മെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, സെൻഡ് OTP കൊടുക്കുക, വെരിഫൈ ചെയ്യുക, ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക. ഇതൊക്കെ ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാകും. അത് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രൊഫൈൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്ത് വെക്കേണ്ടത്. എന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണ് NITS, ITI കഴിഞ്ഞവർ മാത്രമാണ് NIPS ചൂസ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിപ്ലോമ അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാജുവേഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന NITS ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഫോമാണ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോം ഇവിടെ ഓപ്പൺ ആയി വരും. അതിൽ വീണ്ടും എന്ത് ചെയ്യുക, രജിസ്റ്റർ എന്നുള്ള ബട്ടൺ എടുക്കുക. രജിസ്റ്റർ എന്നുള്ള ബട്ടൺ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് വായിക്കുക, എന്നിട്ട് റീഡ് ചെയ്തു എന്ന് ഡിക്ലറേഷൻ കൊടുക്കുക, അഗ്രി കൊടുക്കുക. ഇവിടെ നമ്മൾ ഏതാണ് ക്വാളിഫിക്കേഷൻ, ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ എന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ NITSലെ രജിസ്റ്റർ നമ്പർ, ഓക്കെ, NITSലെ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. മറ്റേത് ഞാൻ മറ്റേത് കാണിക്കാം. ITI ആണെങ്കിൽ ഞാൻ കാണിക്കാം. ഓക്കെ, ITI ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. നമ്മൾ ITI ആണെങ്കിൽ നമ്മൾ NIPSലെ രജിസ്റ്റർ നമ്പറാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇവിടെ NIPSലെ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇവിടെ നമ്മളിപ്പം ഡിപ്ലോമ ആയതുകൊണ്ട് ഇനി ഗ്രാജുവേഷൻ ആണെങ്കിലും NITS, അതായത് നാറ്റ്സിലെ രജിസ്റ്റർ നമ്പറാണ് കൊടുക്കേണ്ടത്. ITI ആകുമ്പോൾ NIPS, നാപ്സ്. ഓക്കെ, ITI ആകുമ്പോൾ NIPSലെ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം സ്പെഷ്യലൈസേഷൻ ഏതാണ്, സിവിൽ ഏതാണ് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഓക്കെ, ടെക്നീഷ്യൻ അപ്രന്റീഷിപ്പ് എന്നോട് വന്നിട്ടുണ്ട്. റിലീജിയൻ, ബേസിക് കമ്മ്യൂണിറ്റി, മെയിൽ ID ഇതൊക്കെ കൊടുക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. രജിസ്റ്റർ ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ NITSൻ്റെ പ്രൊഫൈൽ കൊടുത്ത് അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ, സിഗ്നേച്ചർ, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ബാങ്കിൻ്റെ ഫസ്റ്റ് പേജ്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലാക്കുക. അപ്പോൾ ഞാൻ ഈ 3 നോട്ടിഫിക്കേഷൻ പാടെ പറഞ്ഞത് കാരണം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടുള്ളൂ. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടും കാണുന്ന ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ ജസ്റ്റ് ഹോം പേജിൽ നമ്മുടെ വെബ്സൈറ്റിലെ ഹോം പേജിൽ ടെലഗ്രാം, വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ പോസ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ താഴോട്ട് വന്നാൽ ഇവിടെ സോഷ്യൽ മീഡിയാസ് ഉണ്ട്, ഇത് ഫോളോ ചെയ്യാം. ഓക്കെ, താങ്ക് യു.